നമസ്കാരം. മഴത്തോര മുമ്പ് സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അടുത്ത ദിവസം വരാൻ പോകുന്ന ഒരു എപ്പിസോഡിലെ വിശേഷത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. കഴിഞ്ഞ വീഡിയോയിലൂടെ നമ്മൾ പറഞ്ഞത് അലീനയുടെ കാര്യങ്ങളാണ്. അലീന സ്റ്റാൻലിയുടെ സ്വഭാവത്തിലും സ്റ്റാൻലിയുടെ വീട്ടിലെ ജോലിക്കാരുടെ സ്വഭാവത്തിലും ഒക്കെ മാറ്റം വരാൻ താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പൗലോസ് ഭക്ഷണ സാധനങ്ങളെല്ലാം ഒരുപാട് വേസ്റ്റ് ആക്കുന്നുണ്ടെന്നും തന്നിഷ്ടത്തിനാണ് പെരുമാറുന്നതെന്നും ഒക്കെ മനസ്സിലാക്കിയ അലീന പൗലോസിനെ നിലയ്ക്ക് നിർത്താൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ. പൗലോസ് സ്റ്റാൻലിയോട് പരാതി പറയുകയും സ്റ്റാൻലി അലീനയെ വഴക്ക് പറയുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അത് വിട്ടുവീഴ്ചയ്ക്കൊന്നും അലീന തയ്യാറാവുന്നില്ല. അലീന തീരുമാനിക്കുന്നുണ്ട് സ്റ്റാൻലിയുടെ മുമ്പിൽ ജയിക്കണം. അതിനായിട്ട് പൗലോസിൻ്റെ കള്ളത്തരങ്ങളെല്ലാം പുറത്തു കൊണ്ടുവരണം. അതുകൊണ്ട് തന്നെ താൻ ചെറിയൊരു സമരമുറയിലേക്ക് കടക്കുകയാണെന്ന്. അങ്ങനെ നിരാഹാരം ഇരിക്കുകയാണ് കേട്ടോ അലീന. ഔതക്കുട്ടി ചായനും അലീനയ്ക്ക് കട്ട സപ്പോർട്ടായിട്ട് കൂടെയുണ്ട്. അതേസമയം സ്റ്റാൻലി അലീനയുടെ നിരാഹാര സമരത്തിൽ വീണു പോവുകയും അലീനയോട് സന്ധി സംഭാഷണത്തിന് വരികയും അതിനുശേഷം പൗലോസിനെ വിളിച്ച് ചീത്ത പറയുകയും ചെയ്യുന്നുണ്ട്. ഇതെൻ്റെ മോള് അലീനയാണ്, അവൾ പറയുന്നത് പോലെ വേണം നീ ഇവിടുത്തെ കാര്യങ്ങൾ ഇനി നീക്കാൻ. അവൾ ഇന്ന് ഭക്ഷണം വെക്കേണ്ടെന്ന് പറഞ്ഞാൽ വെക്കേണ്ട, സദ്യ വെക്കണം എന്ന് പറഞ്ഞാൽ വെക്കണം, എന്ത് ചെയ്യണമെന്ന് അവൾ പറയുന്നു അതുപോലെ ചെയ്തോണം, നീ കൂടുതലൊന്നും സംസാരിക്കാൻ നിൽക്കണ്ട. ഇനിയിപ്പോൾ നിനക്ക് അതിനൊന്നും പറ്റില്ല എങ്കിൽ കെട്ടിക്കോണം പോകാനായിട്ട് എന്ന് പറയാണ്. അത് പൗലോസിന് ശകലം അനിഷ്ടം ഉണ്ടാക്കിയിട്ടുണ്ട്. എങ്കിലും സ്റ്റാൻലി അലീനയും ഒത്തുപോവാണ്. അലീനയുടെ കണ്ണ് നിറയാണ്. അലീന പപ്പായോട് നിരാഹാരം ഇരുന്നതിനും സമരം ചെയ്തതിനും ഒക്കെ സോറി പറയുന്നൊക്കെ ഉണ്ട് കേട്ടോ. അതിനുശേഷം അലീനയുടെ വായിൽ സ്റ്റാൻലി ഭക്ഷണം വെച്ച് കൊടുത്ത് നിരാഹാരം അവസാനിപ്പിക്കുകയും സ്റ്റാൻലിയുടെ വായിൽ അലീന ഭക്ഷണം വാരി കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഇതെല്ലാം കണ്ടുകൊണ്ട് നിറ കണ്ണുകളോടെ ഔതക്കുട്ടി ചായനുമുണ്ട് കേട്ടോ. അങ്ങനെയൊക്കെ കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം അലീന വീണ്ടും ജോലിക്കാരുടെ കള്ളത്തരങ്ങൾ കയ്യോടെ പിടിക്കുകയാണ്. സകല ഉടായ്പകളും അലീന പൊളിച്ചടുക്കുന്ന ഒരടിപൊളി എപ്പിസോഡിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, ഹൈപ്പ് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. തുടർന്ന് കാണുന്നത് അടുത്ത ദിവസം പ്രഭാതമാണ്. പൗലോസ് കിച്ചണിൽ എത്തുമ്പോഴേക്കും അലീന ചായ ഉണ്ടാക്കി കഴിഞ്ഞിരുന്നു. അലീന ചായ കപ്പുകൾ ട്രെയിൽ അടുക്കിയിട്ട് അയാളുടെ മുൻപിലേക്ക് ചെന്നു. എന്നിട്ട് ഒരു ഗ്ലാസ് എടുത്ത് അതിലേക്ക് ചായ ഒഴിച്ച് പൗലോസിൻ്റെ നേർക്ക് നീട്ടിക്കൊണ്ട് പറഞ്ഞു, ഇതാ പൗലോസേട്ടാ ചായ. പക്ഷേ പൗലോസ് അലീനയുടെ ആ വാക്കുകൾ ശ്രദ്ധിച്ചില്ല. അവളുടെ നേർക്ക് നോക്കിയതുമില്ല. പൗലോസേട്ടാ ഒരു കപ്പ് ചായ എടുക്ക്. എനിക്ക് വേണ്ട കുഞ്ഞേ. അല്ല, അതെന്താ വേണ്ടാത്തത്? പൗലോസേട്ടൻ ചായ കുടിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ടല്ലോ. വേണ്ടെന്ന് പറഞ്ഞാൽ വേണ്ട, അത്രയേ ഉള്ളൂ. അതിനപ്പുറത്ത് കൂടുതലൊന്നും ചോദിക്കേണ്ട. പൗലോസേട്ടാ ഇവിടെ നോക്കിക്കേ, എൻ്റെ മുഖത്തേക്ക് നോക്കിക്കേ. എന്നോട് എന്തിനാ ഇത്ര പിണക്കം? നമ്മൾ ഒന്നിച്ച് അടുക്കളയിൽ നിന്ന് പണിയെടുക്കേണ്ടവരല്ലേ? അപ്പോൾ പിണങ്ങി നടന്നാൽ എങ്ങനെയാ? എനിക്ക് പൗലോസേട്ടനോട് ഒരു പിണക്കവും ഇല്ല. സഹകരിച്ച് മുൻപോട്ട് പോകുന്നതല്ലേ പൗലോസേട്ടാ സന്തോഷം. അയാൾ ഒന്നും മിണ്ടാതെ ഒരു സോസ്പാനിൽ വെള്ളം പിടിച്ച് സ്റ്റൗവിന്മേൽ വെച്ചു. അലീന അത് കണ്ടിട്ട് ഒന്നും മിണ്ടാതെ ഒരു കപ്പ് ചായ എടുത്ത് അയാളുടെ മുമ്പിൽ സ്ലാബിൽ വെച്ചു. ട്രേയുമായി പോയി. ഔതക്കുട്ടി ചായനും ആൻ്റപ്പനും രാജപ്പനും ബൈജുവിനും അലീന തന്നെയാണ് ചായ കൊടുത്തത്. സ്റ്റാൻലി പുലർച്ചയ്ക്ക് എഴുന്നേറ്റ് മോർണിംഗ് വോക്കിന് പോയിരുന്നു. അലീനയും ചായ കുടിച്ച് തിരികെ അവൾ കിച്ചണിൽ എത്തിയപ്പോൾ പൗലോസിന് കൊടുത്ത ചായ അതേപടി ഇരിപ്പുണ്ട്. ആ സമയത്ത് പൗലോസ് വേറെ ചായ ഉണ്ടാക്കുവാൻ വേണ്ടി ചായപ്പൊടിയുടെ ടിന്നെടുത്ത് അതിൻ്റെ അടപ്പ് തുറക്കുന്നത് അവൾ കണ്ടു. അലീന ചോദിക്കുകയാണ്, ഇതെന്താ പൗലോസേട്ടാ ഇങ്ങനെ? പൗലോസ് ഒന്നും മിണ്ടാതെ സ്പൂൺ ഉപയോഗിച്ച് ടിന്നിൽ നിന്ന് ഒരു ചായപ്പൊടി എടുത്ത് സോസ്പാനിലെ തിളച്ച വെള്ളത്തിലേക്ക് ഇടാൻ ഭാവിച്ചതും സ്പൂണിൽ ചെറിയൊരു പിടുത്തം വീണു. തള്ളവിരലും ചൂണ്ടുവിരലും. ഞാൻ ചോദിച്ചത് പൗലോസേട്ടൻ കേട്ടില്ലെന്നുണ്ടോ? പൊട്ടനൊന്നും അല്ലല്ലോ. ഹാ, ഇത് കൊള്ളാലോ. ഒരു ചായ ഉണ്ടാക്കി കുടിക്കാം എന്ന് വെച്ചാൽ അതിനും അനുവാദം ചോദിക്കണോ? അത് പറയുമ്പോൾ അയാളുടെ മുഖത്തെ ദേഷ്യം അവൾക്ക് പെട്ടെന്ന് വായിച്ചെടുക്കാൻ കഴിഞ്ഞു. അതിനടിയിൽ വേണമല്ലോ അനുവാദം, തീർച്ചയായിട്ടും ചോദിക്കണം. ഞാൻ ഒരു ചായ ഇട്ടു തന്നിരുന്നല്ലോ, കണ്ടില്ലായിരുന്നോ? എനിക്ക് മറ്റുള്ളവർ ഉണ്ടാക്കുന്ന ചായ ഇഷ്ടമല്ല. വായ്ക്ക് രുചിയായിട്ട് കുടിക്കണമെങ്കിൽ ഞാൻ സ്വന്തമായിട്ട് ചായ ഉണ്ടാക്കണം. ഇത്രയും കാലം അങ്ങനെ തന്നെയായിരുന്നു. ഇത്രയും കാലം അങ്ങനെയായിരുന്നു. പക്ഷേ ഇനി അതൊന്നും നടപ്പില്ല. സ്വന്തം ഇഷ്ടത്തിന് ചായ കുടിക്കണമെങ്കിൽ പൗലോസേട്ടൻ സ്വന്തം വീട്ടിൽ പോയി ഉണ്ടാക്കി കുടിച്ചോണം. അത് കേട്ടുകൊണ്ട് പൗലോസ് സ്പൂണിലുള്ള ചായപ്പൊടി തിരികെ ടിന്നിലേക്ക് ഇട്ടു. അപ്പോൾ അലീന പറയുകയാണ്, മനസ്സിൽ യാതൊരു ശത്രുതയും വെച്ചുകൊണ്ടല്ല ഞാൻ ഈ കിച്ചണിലേക്ക് രാവിലെ കയറി വന്നത്. പൗലോസേട്ടൻ എങ്ങനെയാ ഇത്രയും രുചികരമായിട്ട് ഭക്ഷണം ഉണ്ടാക്കുന്നത് എന്ന് ചോദിച്ചു കണ്ടും പഠിക്കാൻ എനിക്കറിയാവുന്ന ചില കറിക്കൂട്ടുകളൊക്കെ അങ്ങോട്ട് പറഞ്ഞു തരാനും പൗലോസേട്ടൻ ജോലിയിൽ സഹായിക്കുകയും ചെയ്യാം. ഇത്രയൊക്കെ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. പക്ഷേ എൻ്റെ അടുത്ത് മത്സരിക്കാനാണെങ്കിൽ പൗലോസേട്ടൻ പെട്ടിയും കിടക്കയും ചുരുട്ടി വെച്ച് 2-3 ദിവസം കൂടി ഞാൻ നോക്കും. പൗലോസേട്ടൻ്റെ മനോഭാവം എന്താണെന്ന്
അലീന വളരെ ശാന്ത സ്വരത്തിലാണ് സംസാരിച്ചതെങ്കിലും അതിൻ്റെ അർത്ഥം അയാൾക്ക് വ്യക്തമായി ബോധ്യപ്പെട്ടു. അലീന കിച്ചണിൽ നിന്നും പോയി കഴിഞ്ഞ ശേഷം പൗലോസ് ബൈജുവിനെയും രാജപ്പനെയും കണ്ട് സംസാരിച്ചു. ഒടുവിലായി അയാൾ ഇങ്ങനെ പറഞ്ഞു വെച്ചു: മിക്കവാറും ഉടൻ തന്നെ ഇവിടുന്ന് പോകേണ്ടി വരുമെന്ന് തോന്നുന്നത്. ഉടനെ ബൈജു പറയുകയാണ്: ഒരു കാരണവശാലും പൗലോസേട്ടൻ പോകരുത്. ആ പെണ്ണിൻ്റെ അടുത്ത് എന്തിനാണ് പൗലോസേട്ടൻ വഴക്കിന് നിൽക്കുന്നത്? അവൾ എന്താന്ന് വെച്ചാൽ ചേട്ടേന്നേ. അപ്പോൾ വീണ്ടും പൗലോസ്: മുതലാളിയുടെ ഭാര്യയോ മക്കളോ പറഞ്ഞാൽ എനിക്കതൊരു പ്രശ്നമല്ലായിരുന്നു. പക്ഷെ ഇതങ്ങനെയാണോ? നമുക്കറിയാലോ മുതലാളിയുടെ ശരിക്കുള്ള മോളൊന്നും അല്ലെന്ന്. കണ്ട അനാഥാലയത്തിലൊക്കെ ദരിദ്രവാസിയായിട്ട് ജീവിച്ചവളല്ലേ. കുറച്ചു കാലം എങ്ങാണ്ടൊക്കെ വീട്ടുവേലക്കാരിയായിരുന്നു. എന്നിട്ട് നമ്മുടെ അടുക്കൽ വന്ന് പത്രാസ് കാണിക്കുന്നു. അപ്പോൾ ബൈജു വീണ്ടും ഉപദേശിക്കുകയാണ്: ദേ പൗലോസേട്ടാ, പെട്ടെന്നുള്ള വികാരത്തിനെല്ലാം ഇട്ടെറിഞ്ഞ് പോയി കളയല്ലേ. അത് മണ്ടത്തരമാണ്. അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. എടാ ബൈജു, നീ അഞ്ചലിലോട്ട് വിളിച്ചു പറഞ്ഞിട്ട് ഒരു ഗുണവും ഉണ്ടായില്ലല്ലോടാ. ആ കൊള്ളാം, അവരും പൗലോസേട്ടൻ നോക്കിക്കോ. വരുമ്പോൾ ഒരു ബറ്റാലിയൻ പട ഇങ്ങ് വരും. അവളുടെ കുറ്റി പറിക്കാതെ അവരിവിടുന്ന് തിരിച്ചു പോകത്തില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് എങ്ങനെയെങ്കിലും ഇവിടെ പിടിച്ചു നിൽക്കാൻ. അത് കേട്ടുകൊണ്ട് പൗലോസ് വല്ലാത്തൊരു വിഷാദത്തോടു കൂടി പറയുകയാണ്: ആ ആൻ്റപ്പനും കൂടി നമ്മുടെ കൂടെ അങ്ങ് നിന്നാൽ മതിയായിരുന്നു. ഏയ്, അയാളെ നോക്കണ്ടെന്നേ. പൊങ്ങുന്ന വെള്ളത്തിന് മീതെ നിൽക്കുന്നവനാ. എന്തായാലും പൗലോസേട്ടൻ പോയി ഡ്രസ്സ് മാറിയിട്ട് വാ. മാർക്കറ്റിൽ പോകേണ്ട സമയം പോയി കൊണ്ടിരിക്കുക. പൗലോസ് അടുക്കളയിലേക്ക് തിരികെ പോയി. 7:30 മണിയോടെ ബൈജു ജീപ്പ് ഇറക്കി. സാധനങ്ങൾ വാങ്ങി അവർ തിരിച്ചെത്തിയപ്പോൾ 8 മണി. ജീപ്പിൽ നിന്ന് കിച്ചണിലേക്ക് സാധനം ഇറക്കുമ്പോൾ അലീന അങ്ങോട്ട് ചെന്നു. അരി, പച്ചക്കറി, പലവ്യഞ്ജനങ്ങൾ, മത്സ്യം, മാംസം തുടങ്ങിയവയെല്ലാം വാങ്ങിയിട്ടുണ്ട്. പൗലോസേട്ടാ, ഇതെല്ലാം രൊക്കം പൈസ കൊടുത്തിട്ട് വാങ്ങിയതാണോ? അതോ ഓരോരോ കടകളിൽ പറ്റുവരുവാണോ? പൗലോസ് അലീനയുടെ മുഖത്തേക്ക് നോക്കാതെ പറയുകയാണ്: ആ മാസം തോറും ബില്ല് തീർക്കുകയാണ്. ഇവിടെ ആ ബില്ല് ഞാനൊന്ന് കാണട്ടെ. അപ്പോൾ പൗലോസ് അലീനയുടെ മുഖത്തേക്കൊന്ന് സൂക്ഷിച്ചു നോക്കിയിട്ട് ചോദിക്കുകയാണ്: ഇറച്ചിക്കടയിലും മീൻ കടയിലും ഒക്കെ എവിടുന്നാ കുഞ്ഞേ ബില്ല്? പൗലോസ് പറയുന്ന രീതി കേട്ടുകൊണ്ട് രാജപ്പനും ബൈജുവും ഒന്ന് ചിരിച്ചു. എന്നാലും ഒരു തുണ്ടെങ്കിലും കുറിച്ച് തരില്ലേ? തുണ്ടല്ല കുഞ്ഞേ, പറ്റുബുക്കൊക്കെ ഉണ്ട്. അതിലാ കുറിക്കുന്നത്. എന്നിട്ട് എവിടെ കുറിച്ച പറ്റുബുക്ക്? അത് കടയിലാ. അവരുടെ പറ്റുബുക്ക് നമുക്ക് തന്നു വിടില്ല. അപ്പോഴും ബൈജുവും രാജപ്പനും അടക്കി ചിരിച്ചു. അത് കണ്ടുകൊണ്ട് പൗലോസ് അവരുടെ മുഖത്തേക്ക് നോക്കി ചോദിക്കുകയാണ്: എന്തോന്ന് നേടേ, കളിയാക്കുന്നേ? അതിനുള്ള മറുപടി അലീനയാണ് പറഞ്ഞത്. പൗലോസേട്ടൻ പറയുന്നത് മുഴുവൻ തമാശയാണെന്ന് അവർക്കറിയാവുന്നത് കൊണ്ടാ, അല്ലെങ്കിൽ പിന്നെ അവർ ചിരിക്കുമോ? തുടർന്ന് വീണ്ടും അലീന ചോദിക്കുകയാണ്: പൗലോസ് ചേട്ടാ, നമുക്ക് അക്കൗണ്ട് ബുക്ക് ഇല്ലേ? കടക്കാർക്ക് മാത്രമേ ഉള്ളൂ. നമുക്കുണ്ട് ഇവിടെ. അതൊന്ന് കാണട്ടെ. പൗലോസ് ഉടൻ തന്നെ അലമാരയ്ക്ക് മുകളിൽ നിന്നും നീളം കൂടിയതും വീതി കുറഞ്ഞതുമായ ഒരു ബുക്ക് എടുത്ത് കാണിച്ചു. അലീന കൈ നീട്ടി അത് വാങ്ങിയിട്ട് തുറന്നു നോക്കി. താളുകൾ ഓടിച്ചു മറച്ചു. ഇന്നത്തെ കണക്ക് എവിടെയാണ് എഴുതിയിരിക്കുന്നത്? ഇന്ന് ബുക്ക് കൊണ്ടുപോയില്ല കുഞ്ഞേ. അതെന്താ? മറന്നുപോയി. വാങ്ങിച്ച സാധനത്തിൻ്റെ കണക്ക് എഴുതണ്ടേ പൗലോസേട്ടാ? അവർ കുറിച്ച് കഴിഞ്ഞ് ഈ ഒരു ഐറ്റം കൂടി അങ്ങ് എഴുതിയാലോ? കുഞ്ഞേ, എന്തൊക്കെയാണ് അവിടുത്തെ വാങ്ങിയതെന്ന് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അല്ല, കുറച്ച് കഴിയുമ്പോൾ അങ്ങ് മറന്നു പോയാലോ? മറക്കുന്നതിന് മുമ്പ് ഞാൻ പറ്റുബുക്കി കുറിപ്പിച്ചോളാം. നാളെ തന്നെ കുറിപ്പിക്കാം. ആ ശരി. അല്ല, ഇന്നലെ വല്ലതും വാങ്ങിച്ചായിരുന്നോ? ആ വാങ്ങിച്ചു. എന്നിട്ടത് പറ്റുബുക്കിൽ കുറിപ്പിച്ചോ? ഇല്ല. അതെന്ത് പറ്റി? മറന്നുപോയി. എല്ലാം കൂടി ഒരുമിച്ച് കുറിപ്പിക്കാമെന്ന് വെച്ചു. ശരി. അപ്പോഴേ ഇനി മേലിൽ പറ്റുബുക്കിൽ കുറിപ്പിക്കാതെ ഒരു മുട്ടു സൂചി പോലും ഈ വീട്ടിലേക്ക് വാങ്ങരുത്. മറന്നുപോയാൽ തിരിച്ചിവിടെ വന്ന് എടുത്തുകൊണ്ടുപോയി കുറിപ്പിച്ചോണം. അതെ, 3 പേരോടും കൂടിയാ പറയുന്നത്. അലീനെ 3 പേരെയും മാറി മാറി നോക്കി. അപ്പോഴേക്കും ഔതക്കുട്ടിച്ചായൻ അവിടേക്ക് വന്നു. എന്താ മോളെ, എന്താ ഇവിടെ പ്രശ്നമായോ വീണ്ടും? ഒന്നുമില്ല വലിയപ്പച്ച. ഇവർ വാങ്ങിയ സാധനങ്ങളുടെയൊക്കെ കണക്ക് ചോദിക്കുകയായിരുന്നു. ഈ അരി എത്രയാ പൗലോസേട്ടാ? അത് 50 കിലോ. പഞ്ചസാരയോ? 10 കിലോ. ഒരു മിനിറ്റേ, ഞാനിപ്പോൾ വരാം. അലീന പോയി പേനയും കടലാസും എടുത്തുകൊണ്ട് വന്നു. എന്നിട്ട് പറയുകയാണ്: ഓരോ ഐറ്റത്തിൻ്റെ തൂക്കവും വിലയും കൃത്യമായിട്ട് അങ്ങോട്ട് പറഞ്ഞു. പൗലോസ് ഓരോരോ സാധനങ്ങളുടെ തൂക്കവും വിലയും പറഞ്ഞു. ഔതക്കുട്ടിച്ചായനാണെങ്കിൽ ആകാംക്ഷയോടെ അത് നോക്കി നിൽക്കുകയാണ്. എന്താ കുഴപ്പമുണ്ടെന്നും അലീന അത് കൈയോട് പിടിച്ചു എന്നും അയാൾ ഊഹിച്ചു. എല്ലാം കുറിച്ചെടുത്തതിന് ശേഷം അലീന ബൈജുവിനോട് ആവശ്യപ്പെടുകയാണ്: ബൈജുവിൻ്റെ ആ മൊബൈൽ ഫോൺ ഒന്ന് ഓഫ് ചെയ്തിട്ട് ഇങ്ങോട്ട് തന്നെ. അവനൊന്നും അടിച്ചില്ലെങ്കിലും കൊടുക്കാതെ ഗത്യന്തരമില്ലായിരുന്നു. രാജപ്പൻ്റെയും ബൈജുവിൻ്റെയും മൊബൈൽ ഫോണുകൾ അവൾ വാങ്ങി ഓഫ് ചെയ്ത് അരഭിത്തിയോട് മേൽ വച്ചു. എന്നിട്ട് പറയുക: ഈ സാധനങ്ങളെല്ലാം തിരിച്ച് ജീപ്പിലോട്ട് കയറ്റിക്കോ. ഞാൻ പറയാതെ ഫോൺ എടുത്തേക്കരുത്. സാധനങ്ങളുടെ ലിസ്റ്റും വിലയും തൂക്കവും കുറിച്ച് കടലാസുമായി അലീന വാതിൽ കടന്നുപോയി. അത് കണ്ടുകൊണ്ട് ഔതക്കുട്ടിച്ചായൻ 3 പേരെയും മാറി മാറി നോക്കിക്കൊണ്ട് ചോദിക്കുകയാണ്: വല്ല കള്ളത്തരവും ഒക്കെ കാണിച്ചോടാ? ഞങ്ങളൊരു കള്ളത്തരവും കാണിച്ചിട്ടില്ല.
പറ്റുബുക്ക് എടുക്കാൻ മറന്നതുകൊണ്ട് അതിൽ കുറിച്ചില്ല. അതിൻ്റെ പേരിലാണ് ഈ കൊച്ചിൻ്റെ ഈ ഇളക്കം. നീ അവളോട് പറഞ്ഞ കണക്കെല്ലാം കൃത്യമാണോടാ? പിന്നല്ലാതെ നുണ പറയേണ്ട കാര്യം എനിക്കെന്താ? അല്ലെങ്കിലും കടയിലെ പറ്റു തീർക്കുന്നത് മുതലാളി നേരിട്ടല്ലേ? ആ, അതൊക്കെ ശരിയായിരിക്കും. പക്ഷെ ഒരു കാര്യം നിങ്ങൾ ഓർത്തോ, ഒന്നും കാണാതെ അവൾ ഇങ്ങനെയൊന്നും ചെയ്യില്ല. ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ അലീന ഡ്രസ്സ് മാറി അടുക്കളയിലേക്ക് മടങ്ങിയെത്തി. രാജപ്പനും ബൈജുവും കൂടി സാധനങ്ങൾ തിരിച്ച് ജീപ്പിൽ കയറ്റി കഴിഞ്ഞു. ഔതക്കുട്ടി ചായൻ ചോദിക്കുകയാണ്, നീ എന്ത് ചെയ്യാൻ പോവാ? വലിയപ്പച്ച, ഇതെല്ലാം വാങ്ങിച്ചെടുത്ത് കൊണ്ടുപോയി തൂക്കി നോക്കണം. ഈ അരി കണ്ടിട്ട് 50 കിലോ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനിയിപ്പോൾ കടക്കാർ പറ്റിച്ചതാണോ എന്നറിയണ്ടേ? പെട്ടെന്ന് പൗലോസ് പറയുകയാണ്, അയ്യോ കുഞ്ഞി, അരി 40 കിലോയേ ഉള്ളൂ. ആഹാ, 50 ആണെന്നല്ലേ ആദ്യം പറഞ്ഞത്? 10 കിലോ എവിടെ പോയി? അത് മിനിഞ്ഞാന്ന് വാങ്ങിച്ചതാ, അതും കൂടി ചേർത്ത് 50. അത് ശരി. എപ്പോൾ മിനിഞ്ഞാന്ന് വാങ്ങിച്ചത് പറ്റുബുക്കി കുറിച്ചില്ലേ? ഇല്ല, മറന്നുപോയി. അലീന പെട്ടെന്ന് പറ്റുബുക്കിൻ്റെ പേജുകൾ മറിച്ച് നോക്കി. പലവ്യഞ്ജനക്കടയുടെ പേജുകൾ പൗലോസ് കാട്ടിക്കൊടുത്തു. അതൊക്കെ ഒന്ന് സൂക്ഷിച്ചു നോക്കിയതിന് ശേഷം അലീന ചോദിക്കുകയാണ്, അല്ല, ഇതിന് 2 ദിവസം മുമ്പ് 30 കിലോ അരി വാങ്ങിയിട്ടുണ്ടല്ലോ. പിന്നെ എന്തിനാ മിനിഞ്ഞാന്ന് 5 കിലോ കൂടി വാങ്ങിയത്? അത് പിന്നെ കുഞ്ഞെ, കടയിൽ ചെന്നപ്പോൾ അരി തീർന്നോ ഇല്ലയോ എന്നൊരു സംശയം ഉണ്ടായി. അതുകൊണ്ട് അന്നേരം വാങ്ങിയതാണ്. അത് ശരി. പൗലോസ്, അരി എവിടെയാ സൂക്ഷിക്കുന്നത്? ഒന്ന് കാണട്ടെ. പൗലോസിൻ്റെ മുഖം ആകെ വല്ലാതെ വിളറി. അത് കണ്ടുകൊണ്ട് ഔതക്കുട്ടിച്ചായൻ ആക്രോശിക്കുകയാണ്, അങ്ങോട്ട് കാണിച്ചു കൊടുക്കടാ. നീ എന്തിനാ നിന്ന് പരുങ്ങുന്നേ? വാസ്തവത്തിൽ അടുക്കളയിൽ നടക്കുന്ന ഈ കളി കണ്ടിട്ട് ഔതക്കുട്ടിച്ചായന് ഹരം പിടിച്ചു തുടങ്ങിയിരുന്നു. പൗലോസ് അലീനയ്ക്ക് അരി സൂക്ഷിക്കുന്ന വലിയ അലുമിനിയം കൊട്ടകം കാണിച്ചു കൊടുത്തു. അതിൽ 4-5 കിലോ അരി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് കണ്ടിട്ട് അലീന പൗലോസിൻ്റെ മുഖത്ത് നോക്കി ചോദിക്കുകയാണ്, 5 ദിവസത്തിനിടെ 30ഉം 10ഉം ചേർന്ന് 40 കിലോ അരി വാങ്ങി. ഇനി 5 കിലോ അരി അങ്ങേയറ്റം ബാക്കിയുണ്ടാവും. ബാക്കി 35 കിലോ അരി. ഈ 35 കിലോ അരി നമ്മൾ 7 പേരും 5 ദിവസം കൊണ്ട് തിന്നു തീർത്തോ? ഞാൻ 2 ദിവസം ഉപവാസമായിരുന്നു. വല്യപ്പച്ചൻ 2 നാൾ ഇവിടെ ഇല്ലായിരുന്നു. പിന്നെ ആരാ? എൻ്റെ പപ്പയാണോ ഇവിടുത്തെ ഭീമസേനൻ? പൗലോസിൻ്റെ മുഖം വല്ലാതെ വിളറി. മറുപടിയൊന്നും പറയുവാനില്ല. പൗലോസേട്ടൻ എന്നാ മിണ്ടാത്തെ? എന്തെങ്കിലും പറയൂ. അരി വാങ്ങിയെന്നുള്ളത് ശരിയാണ്, പക്ഷേ ആരെങ്കിലും മോഷ്ടിച്ചോ എന്ന് എനിക്കറിയില്ല. കുഞ്ഞെ, മോഷണം നടന്നു എന്നറിഞ്ഞാൽ ആ വിവരം പപ്പയെ അറിയിക്കണ്ടേ? പൗലോസേട്ടാ, അത് പിന്നെ കുഞ്ഞെ, അത് അറിയിക്കാതിരുന്നത്? ഇത് മോഷണം പോയതാണോ എന്നുള്ള കാര്യത്തിൽ തീർച്ചയൊന്നുമില്ലല്ലേ? പൗലോസേട്ടാ, വീണടുത്ത് കിടന്ന് ഉരുളല്ലേ. കഴിഞ്ഞതൊക്കെ പോട്ടെ, നമുക്ക് മാർക്കറ്റിൽ എന്തായാലും ഒന്ന് പോയിട്ട് വരാം. പൗലോസ് ബൈജുവിൻ്റെയും രാജപ്പൻ്റെയും മുഖത്തേക്ക് മാറി മാറി നോക്കി. അപ്പോൾ ഔതക്കുട്ടിച്ചായൻ, എന്താടാ മടിച്ചു നിൽക്കുന്നേ? ചെന്ന് ജീപ്പിലോട്ട് കയറ്. അങ്ങോട്ട് കയറടാ. പൗലോസ് ജീപ്പിൽ ചെന്ന് കയറി. അപ്പോൾ അലീന, രാജപ്പൻ ചേട്ടനും ബൈജുവും കൂടി കയറിക്കോ. ഫോൺ ഇവിടെ ഇരിക്കട്ടെ. അത് കയ്യിലുണ്ടെങ്കിലേ ആരെയെങ്കിലുമൊക്കെ വിളിച്ച് മുന്നറിയിപ്പ് കൊടുക്കണമെന്ന് തോന്നും. അതുകൊണ്ട് നമുക്കത് വന്നിട്ട് ഓൺ ചെയ്യാം. അത്രയും കേട്ടപ്പോഴേക്കും ഔതക്കുട്ടിച്ചായൻ ഉത്സാഹത്തോടു കൂടി പറയുകയാണ്, മോളെ, ഞാനും കൂടി വരുന്നു. ഇത് പറഞ്ഞിട്ട് വേഗം മുറിക്കകത്തേക്ക് ഓടിപ്പോയി മുണ്ട് ഷർട്ടും മാറി വന്നു. അലീനയും ഔതക്കുട്ടിച്ചായനെയും കയറ്റിക്കൊണ്ട് ജീപ്പ് കുളത്തുപുഴ ടൗണിലേക്ക് പോയി. ടൗണിൽ എത്തിയപ്പോൾ അലീന വീട് നിർദ്ദേശിക്കുകയാണ്, ആ കട ഒന്ന് കാണിച്ചു തന്നാൽ മതി, ആരും വണ്ടിയിൽ നിന്ന് ഇറങ്ങണ്ട, ഇതിനകത്ത് തന്നെ ഇരുന്നാൽ മതി. തുടർന്ന് അവൾ ഔതക്കുട്ടിച്ചായനും കൂട്ടി കടയിലേക്ക് കയറിപ്പോയി. ഔതക്കുട്ടിച്ചായൻ പറ്റുബുക്ക് കട മുതൽ ആളെ ഏൽപ്പിച്ചു. എന്നിട്ട് പറയുകയാ, ജോലിക്കാർ വന്ന് സാധനം മേടിക്കുമ്പോൾ കുറിക്കാൻ വിട്ടുപോയി, ഇതൊന്ന് കുറിച്ചേക്ക്. കടയുടമ അയാളുടെ അക്കൗണ്ട് ബുക്ക് എടുത്ത് അത് നിവർത്തി അതിൽ കുറിച്ചിരിക്കുന്നത് പകർത്തി എഴുതാൻ തുടങ്ങി. പറ്റുബുക്ക് തിരികെ കിട്ടിയപ്പോൾ അലീന അത് പരിശോധിച്ചു. അരി 55 കിലോ, പഞ്ചസാര 12 കിലോ, മൈദ 10 കിലോ, ആട്ട 10 കിലോ, വെളിച്ചെണ്ണ 7 കിലോ, ഇങ്ങനെ നീളുകയാണ് ലിസ്റ്റ്. അത് കണ്ടിട്ട് അലീന കടമുതലാളിയോട് ചോദിക്കുകയാണ്, ഇതെല്ലാം ഇന്ന ദിവസം വാങ്ങിയതാണോ? അതെ, ഇന്ന് വാങ്ങിയതാണ്. പഴയതുപോലെ ഇന്ന് കുറിച്ചിട്ടുണ്ടോ? ഇവിടുത്തെ ബുക്കിൽ അന്നന്ന് തന്നെ കുറിക്കും. എന്താ ഒരു സംശയം പോലെ? ആ, സംശയമുണ്ട്, അത് തീർക്കാൻ വേണ്ടിയാ വന്നത്. അലീന കടയിൽ നിന്നിറങ്ങി ജീപ്പിനടുത്തേക്ക് പോയി. അപ്പോൾ കടമുതലാളി ഔതക്കുട്ടിച്ചായനോട് ചോദിക്കുകയാണ്, ഏതാ ചായ ഈ പെങ്കൊച്ച്? അത് സ്റ്റാൻലിയുടെ മോളാണ്. ഇതിനു മുമ്പ് ഇവിടെയെങ്കിലും കണ്ടിട്ടില്ലല്ലോ. ഓ, അത് ശരിയല്ല. എന്നെ കണ്ടിട്ടുണ്ടോ? ഇവിടെ എവിടെയെങ്കിലും വെച്ച് മുമ്പ് പരിചയം തോന്നുന്നുണ്ടോ? പക്ഷേ ഓർമ്മ അങ്ങോട്ട് കിട്ടുന്നില്ല. ആ, ഞാൻ സ്റ്റാൻലിയുടെ അപ്പനാ. ഈ സമയത്ത് ബൈജുവും രാജപ്പനും പൗലോസും ചേർന്ന് അരിച്ചാക്കും മറ്റു സാധനങ്ങളും ജീപ്പിൽ നിന്ന് ഇറക്കി കടയിലേക്ക് കൊണ്ടുവരുന്നത് കണ്ട് കടയുടമ അന്തം വിട്ടുപോയി. അപ്പോൾ ഔതക്കുട്ടിച്ചായൻ പറയുകയാണ്, തൂക്കം തെറ്റിയോ എന്നൊരു സംശയം, ഒന്നുകൂടെ തൂക്കി നോക്കാൻ വേണ്ടി വന്നതേ ഉള്ളൂ. ആദ്യം അരിച്ചാക്ക് തൂക്കി 35 കിലോ, പഞ്ചസാര 7 കിലോ, മൈദ 7 കിലോ, ആട്ട 7 കിലോ, വെളിച്ചെണ്ണ 5 കിലോ. ഉടനെ അലീന ചോദിക്കുകയാണ്, ഇതൊക്കെ എങ്ങനെയാ തൂക്കം കുറഞ്ഞു പോയത്? പറ്റുബുക്കിലെ തൂക്കം ഒന്നിനും ഇല്ലല്ലോ ചേട്ടാ. കടയുടമ പെട്ടെന്ന് പൊട്ടിത്തെറിച്ചു. ഞാനിവിടെ കൃത്യമായിട്ട് തൂക്കിക്കൊണ്ട് തന്നെയാണ് കൊടുത്തു വിടുന്നത്. തൂക്കം കുറഞ്ഞെങ്കിൽ അതെൻ്റെ കുറ്റമല്ല. ഒന്നുകിൽ നിങ്ങളുടെ വീട്ടു ജോലിക്കാർ അതിൽ നിന്നും കുറച്ച് അടിച്ചു മാറ്റി കാണും, അല്ലെങ്കിൽ നിങ്ങൾ വീട്ടിൽ കൊണ്ടുപോയി കുറച്ച് കുടിഞ്ഞിട്ടായിരിക്കും ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. പെട്ടെന്ന് ഔതക്കുട്ടിച്ചായൻ കോപത്തോടു കൂടി പറയാണ്,
അങ്ങനത്തെ ചെറ്റത്തരം ഒന്നും കാണിക്കുന്നവരല്ലടോ ഞങ്ങൾ. അപ്പോൾ കടക്കാരൻ വീണ്ടും, ഇവിടെ ഇതൊന്നും പറഞ്ഞിട്ട് യാതൊരു പ്രയോജനമില്ല. സാധനം വാങ്ങിച്ചിട്ട് കുറവുണ്ടെങ്കിൽ അത് അപ്പോൾ തന്നെ അറിയിക്കണം. വീട്ടിൽ കൊണ്ടുപോയിട്ട് പിന്നെ തിരിച്ചു വന്നല്ല പറയേണ്ടത്. ഔതക്കുട്ടിച്ചായന് കലി അങ്ങോട്ട് കയറുകയാണ്. അയാൾ ചോദിക്കുകയാണ്, താൻ എന്നാ വർത്തമാനമാണോ ഈ പറയുന്നത്? ഇത് 12 കൊല്ലം കഴിഞ്ഞിട്ടാണോ ഞങ്ങൾ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്? അരമണിക്കൂറിന് മുമ്പല്ലേ ഈ സാധനങ്ങൾ വാങ്ങിക്കൊണ്ട് ഇവർ അങ്ങോട്ട് പോയത്? അപ്പോൾ അലീന, ചേട്ടാ, മറ്റു കടയിലൊക്കെ ഉള്ളതിനേക്കാൾ 10% വില കൂട്ടിയാണ് നിങ്ങൾ ഈ സാധനത്തിൻ്റെ എല്ലാം ബില്ലിട്ടിരിക്കുന്നത്. ഞാൻ ഈ വിലയ്ക്കാണ് വിൽക്കുന്നത്. അതിന് മനസ്സുള്ളവർ മാത്രം വാങ്ങിച്ചാൽ മതി. പുണ്യത്തിനല്ല ഞാൻ ഈ കച്ചവടം ചെയ്യുന്നത്. ഓ, അത് ശരി. പക്ഷേ ഇതിൻ്റെ പേര് കച്ചവടം എന്നല്ല ചേട്ടാ, കപടം എന്നാണ്. ഞാൻ ഈ വിവരം എൻ്റെ പപ്പയോട് പറഞ്ഞാൽ നിങ്ങളുടെ കള്ളത്തരമൊക്കെ പൊളിക്കുവാൻ പറ്റുമെന്ന് എനിക്ക് നന്നായിട്ടറിയാം. കള്ളക്കണക്ക് എഴുതിയതിന് പോലീസിനോട് സമാധാനം പറയേണ്ടി വരും. അതൊന്നും അറിയാൻ വയ്യാഞ്ഞിട്ടല്ല, പക്ഷെ വേണ്ടെന്ന് വെച്ചിട്ട് ഞങ്ങൾ അങ്ങ് പോവുകയാണ്. കടയുടമ ശബ്ദിച്ചതേയില്ല. തുടർന്ന് അലീന ഔതക്കുട്ടിച്ചായനെയും കൂട്ടി ജീപ്പിൻ്റെ അടുത്തെത്തി സാധനങ്ങളെല്ലാം എടുത്ത് ജീപ്പിനുള്ളിലാക്കി. എന്നിട്ട് പൗലോസിൻ്റെ മുഖത്ത് നോക്കി വീണ്ടും ചോദിക്കുകയാണ്, പൗലോസ് ചേട്ടാ, ഇറച്ചിക്കടയിലും മീൻകടയിലും പച്ചക്കറി കടയിലും ഒക്കെ ഞാൻ പോയി നോക്കണോ? പൗലോസിന് മിണ്ടാട്ടമില്ല. അലീന പറയുകയാണ്, വേണ്ട, തിരിച്ചു പോകാം. പക്ഷെ ഔതക്കുട്ടിച്ചായൻ വിടാൻ ഭാവമില്ല. അയാൾ ചോദിക്കുകയാണ്, ഇതൊക്കെ കൂടി തൂക്കി നോക്കട്ടെ മോളെ, വിലയും ചോദിക്കണ്ടേ? വേണ്ട വേണ്ട വല്യപ്പച്ച, കാര്യം എന്താന്ന് നമുക്ക് പിടികിട്ടിയില്ലേ. ജീപ്പ് തിരിച്ചു വിട്. അങ്ങനെ ജീപ്പ് തിരികെ ബംഗ്ലാവിലെത്തി സാധനങ്ങളെല്ലാം ഇറക്കി പാതി ചത്തതുപോലെ നിൽക്കുകയാണ് പൗലോസും ബൈജുവും രാജപ്പനും. 3 പേരുടെയും മുഖത്തേക്ക് മാറി മാറി നോക്കിയിട്ട് അലീന ചോദിക്കുകയാണ്, കടക്കാരുമായിട്ടുള്ള ഒത്തുകളിയായിരുന്നല്ലോ എല്ലാം അല്ലേ പൗലോസേട്ടാ? പറ, എങ്ങനെയാ നിങ്ങളിത് പങ്കിടുന്നത്? കടക്കാർക്ക് എത്ര കിട്ടും, നിങ്ങൾക്ക് എത്ര കിട്ടും? പൗലോസ് തല താഴ്ത്തി നിൽക്കുകയാണ്. അലീന മാറിൽ കൈകൾ പിണച്ചു കെട്ടി. തൻ്റെ പപ്പയുടെ മുതൽ കൊള്ളയടിച്ച് വീതം വെച്ചത് എങ്ങനെയാണെന്നാ ഞാൻ ചോദിച്ചത്. അവളുടെ ഒച്ച ഉയർന്നു. പൗലോസ് മിണ്ടുന്നില്ല. ഓ, ഇനിയിപ്പം ഇതൊക്കെ പപ്പ തന്നെ നേരിട്ട് ചോദിക്കണോ? അങ്ങനെയാണെങ്കിൽ ഞാൻ പപ്പയെ വിളിക്കാം. പെട്ടെന്ന് ബൈജു പറയുകയാണ്, 3-1 കടക്കാർക്ക്, ബാക്കി ഞങ്ങൾക്ക്. അത് ശരി. നിങ്ങളുടെ വീതം ആരാ തരുന്നത്? കടക്കാർ തരും. ഒരാൾക്ക് എത്ര രൂപ വീതം കിട്ടും ഓരോ മാസവും? പറയുന്നത് സത്യസന്ധമായിട്ടായിരിക്കണം. എനിക്കൊരു കണക്കുണ്ട്. ആ ചോദ്യം രാജപ്പൻ ചേട്ടനോടായിരുന്നു. 3-4 രൂപ കിട്ടും. 3-4 രൂപയെന്നോ? അതെന്ത് കണക്കാ? എന്നാൽ പിന്നെ 3, 4, 5, 6, 7 കിട്ടും എന്നങ്ങനെ പറഞ്ഞുകൂടെ? മാസം ഒരു 15,000 രൂപ കിട്ടും കുഞ്ഞേ. ഞങ്ങളത് പങ്കിട്ടെടുക്കും. ഞങ്ങളെന്ന് പറഞ്ഞാൽ ആരൊക്കെയാണ്? അതിന് ബൈജു ആണ് മറുപടി പറഞ്ഞത്. അത് ഞാനും പൗലോസ് ചേട്ടനും രാജപ്പൻ ചേട്ടനും. അല്ല, ഈ ആൻ്റപ്പൻ ചേട്ടന് ഇതിൽ പങ്കൊന്നുമില്ലേ? വല്ലപ്പോഴും ഒരു പൈൻറ്റ് വാങ്ങിച്ചു കൊടുക്കും. പൈൻറ്റോ? പൈൻ്റ് എന്ന് വെച്ചാൽ എന്താ? അത് പിന്നെ അരക്കുപ്പി ബ്രാൻഡിയാണ്. അതെന്താ അരക്കുപ്പി ബ്രാൻഡിയിൽ അങ്ങ് നിർത്തിക്കളഞ്ഞത്? അത് കണ്ടാലും കണ്ടില്ല എന്ന് ഭാവിച്ച് കണ്ണടയ്ക്കുന്നതിനാണ്. പൗലോസ് ചേട്ടൻ എൻ്റെ അപ്പനാകാനുള്ള പ്രായമുണ്ട്. എന്നാലും ഇതുവരെ നടത്തിയ പ്രകടനം വെച്ച് നോക്കുമ്പോൾ ചോദിക്കാതെ പറ്റില്ല. ഇതൊക്കെ ശുദ്ധ തെമ്മാടിത്തരല്ലേ പൗലോസ് ചേട്ടാ? എങ്ങനെ എൻ്റെ പപ്പയുടെ മുതൽ നശിപ്പിക്കാം എന്നുള്ള ഗവേഷണം അല്ലേ ഈ അടുക്കളയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്? എന്നിട്ട് അത് ചോദ്യം ചെയ്തപ്പോൾ എന്നോട് ദേഷ്യം. അരിയും തിന്ന് ആശാരിച്ചയും കടിച്ചിട്ട് പിന്നെയും പട്ടിക്കാണ് മുറുമുറുപ്പ് എന്ന് കേട്ടിട്ടേ ഉള്ളൂ. ഔതക്കുട്ടിച്ചായൻ അല്പം ദൂരെ മാറി നിന്ന് ഈ രംഗങ്ങളൊക്കെ വീക്ഷിക്കുകയാണ്. അലീനയിൽ തന്നെയാണ് അയാളുടെ ശ്രദ്ധ മുഴുവൻ. അവൾ അവരെ കൈകാര്യം ചെയ്യുന്ന രീതി കണ്ടിട്ടും അയാൾക്ക് അങ്ങോട്ട് മതി വരുന്നില്ല. വീണ്ടും അലീന, ആ കഴിഞ്ഞതൊക്കെ പോട്ടെ, ഇനി ഇതൊന്നും ഇവിടെ ആവർത്തിച്ചേക്കരുത്. ബൈജുവിന് പെട്രോളും ഡീസലും റിപ്പയറിങ്ങിനും ഒക്കെ ആയിട്ട് മാസപ്പടി എത്ര രൂപ കിട്ടും? അതും കൂടി ചേർത്താണ് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ഇനി മുതൽ പെട്രോളിൻ്റെ ബില്ലും ഓടിയ കിലോമീറ്ററും പോയ സ്ഥലവും കൃത്യമായിട്ട് കുറിച്ച് എന്നെ കാണിക്കണം. കള്ളത്തരമൊന്നും പറ്റില്ല. ശമ്പളം കുറവാണെങ്കിൽ ചോദിച്ചോണം, വാങ്ങിച്ചോണം. ഞാനും വേണമെങ്കിൽ പപ്പയുടെ അടുത്ത് റെക്കമെൻഡ് ചെയ്യാം. ഇതൊന്നും സമ്മതമല്ല എന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ കണക്ക് തീർത്ത് ബാക്കി ശമ്പളവും വാങ്ങി പോകേണ്ടവർക്ക് ഇവിടുന്ന് പോകാം. ഇത്രയും പറഞ്ഞിട്ട് അലീന തിരികെ അവളുടെ മുറിയിലേക്ക് എത്തി. എന്നിട്ട് അവൾ ആൻ്റപ്പൻ ചേട്ടനെ ഉറക്കെ വിളിച്ചു. ആൻ്റപ്പൻ അവളുടെ മുറിയിലെത്തി. ആൻ്റപ്പൻ ചേട്ടൻ, ഒന്ന് കണ്ണടച്ചേ. എന്തിനാ മോളെ? കണ്ണടയ്ക്ക്, പറയാം. അയാൾ കണ്ണടച്ചു. ഇനി കണ്ണു തുറക്ക്. ആൻ്റപ്പൻ കണ്ണു തുറന്നു. അലീന 200 രൂപ അയാളുടെ കയ്യിൽ വെച്ച് കൊടുത്തു. അയ്യോ, ഇതെന്തിനാ മോളെ? ആൻ്റപ്പൻ കണ്ണു മിഴിച്ച് നിൽക്കുകയാണ്. ഇത് പൈൻറ്റ് മേടിക്കാൻ. പലതും കണ്ടിട്ടും കാണാത്ത മട്ടിൽ കണ്ണടയ്ക്കുന്നതിന് പൗലോസ് ചേട്ടനും കൂട്ടരും ഇടയ്ക്കിടയ്ക്ക് പൈൻറ്റ് മേടിച്ച് തരാറുണ്ടല്ലോ, ഇല്ലേ? ആൻ്റപ്പൻ ചേട്ടൻ ഒറ്റ നിമിഷം കൊണ്ട് വിളറി വെളുത്തുപോയി. പൈൻറ്റിൻ്റെ വിലയൊന്നും എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. തികഞ്ഞില്ല എങ്കിൽ എൻ്റെ അടുത്ത് വന്ന് കണ്ണടച്ചാൽ മതി. ഒരിക്കലും അവരോട് വാങ്ങിക്കരുത്. ആൻ്റപ്പൻ്റെ സപ്തനാടികളും തളർന്നുപോയി. എൻ്റെ കുഞ്ഞെ, മനഃപൂർവ്വമല്ല, അവർ നിർബന്ധിച്ച്. വേണ്ട, വിശദീകരണം ഒന്നും കൂടുതൽ വേണ്ട. മോളെ കേണൽ സാബിനോട് പറയല്ലേ, പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ല. എനിക്കൊരു തെറ്റുപറ്റിപ്പോയി. ആൻ്റപ്പൻ ചേട്ടൻ എങ്ങനെ തോന്നി ആൻ്റപ്പൻ ചേട്ടാ എൻ്റെ പപ്പയോട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ? ആൻ്റപ്പൻ ചേട്ടൻ എന്തൊരു വിശ്വാസമാണ് പപ്പയ്ക്ക്. പപ്പയുടെ വലം കൈയല്ലായിരുന്നോ?
ആൻ്റപ്പൻ ചേട്ടൻ എന്നിട്ടും എൻ്റെ പപ്പയെ പറ്റിക്കാൻ കൂട്ടുനിന്നല്ലോ. കഷ്ടം, വിശ്വസിക്കുന്നവരെ ഇങ്ങനെ ചതിക്കരുത്. ആൻ്റപ്പൻ ചേട്ടാ, ഇതിനേക്കാൾ വലിയ പാപം വേറെയില്ല. ഇത്രയും ഞാൻ തൽക്കാലം പറയുന്നുള്ളൂ. ആൻ്റപ്പൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അത് കണ്ടുകൊണ്ട് അലീന, പോയിക്കോ, ഞാൻ ആരോടും പറയുന്നില്ല. ആൻ്റപ്പൻ കണ്ണും തുടച്ചുകൊണ്ട് ഇറങ്ങിപ്പോയി. പിന്നീട് അവതക്കുട്ടിച്ചായൻ അലീനയോട് ചോദിച്ചു, ലാലിച്ചനോട് പറയണ്ടേ മോളെ, അവന്മാർ കാണിച്ച തട്ടിപ്പും വെട്ടുമൊക്കെ അവൻ അറിയണ്ടേ? വേണ്ട വല്യപ്പച്ച, നമുക്കൊരു തവണ ക്ഷമിക്കാം. ഇതൊക്കെ ക്ഷമിക്കാൻ കൊള്ളാവോ മോളെ? തെറ്റ് ചെയ്തവർ മാത്രമല്ലല്ലോ വല്യപ്പച്ച കുറ്റക്കാര്. തെറ്റ് ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുത്തവരും കുറ്റക്കാരല്ലേ? ഭണ്ഡാരപ്പെട്ടി തുറന്നു വെച്ചിരുന്നാൽ ഭഗവാനും കൈയിട്ട് വാരുമെന്നല്ലേ ചൊല്ല്. അലീനയുടെ വർത്തമാനം കേട്ടിട്ട് അവതക്കുട്ടിച്ചായൻ്റെ അവളുടെ മുഖത്തേക്ക് തന്നെ ഇമ വെട്ടാതെ നോക്കി നിന്നു. ബാക്കി വിശേഷങ്ങളുമായി നമ്മൾ അടുത്ത വീഡിയോയിലൂടെ എത്തുന്നതായിരിക്കും. നമ്മുടെ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യണേ, ഹൈപ്പ് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്